സമന്തകത്തെ ഭഗവാൻ തിരസ്കരിക്കുന്നു. പല അവസരങ്ങളിലും ഓരോരുത്തരായിട്ട് കൊണ്ട് ഈ സമന്തകത്തെ ഭഗവാന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഭഗവാൻ പറയുന്നു, അതൊക്കെ നീ തന്നെ വച്ചോ എന്ന് പറയുന്നു. സത്യഭാമയെയും സമന്തകത്തെയും കൊണ്ടാണ് സത്രാജ്യത്ത് വരുന്നത്. അപ്പോൾ സത്യഭാമയെ മാത്രമേ കൃഷ്ണൻ സ്വീകരിക്കുന്നുള്ളൂ. ജാമ്പവതിയെയും സമന്തകത്തെയുമാണ് ജാമ്പവാൻ കൊടുക്കുന്നത്. പക്ഷെ അപ്പോഴും ജാമ്പവതിയെ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഞാനിതിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈ പ്രഷ്യസായിട്ടുള്ള, വളരെ പ്രഷ്യസായിട്ടുള്ള ഒരു അറിവായിക്കൊള്ളട്ടെ, ആ അറിവിൻ്റെ സിമ്പിളായിട്ടുള്ള രത്നമായിക്കൊള്ളട്ടെ, സൂക്ഷിക്കേണ്ടിടത്ത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം വരുത്തി വയ്ക്കും. ഇപ്പം ദിവസവും ഒരുപാട് സ്വർണമൊക്കെ കൊടുക്കുന്ന ഈ സമന്തകം തന്നെയാണ് സത്രജിത്തിനെ വധിച്ചതും സത്രജിത്തിൻ്റെ മരണത്തിന് കാരണമായത്. ശതധന്വാവിൻ്റെ മരണത്തിന് കാരണമായത്, പ്രസേനൻ്റെ മരണത്തിന് കാരണമായത്, സിംഹത്തിൻ്റെ മരണത്തിന് കാരണമായത് എല്ലാം തന്നെ ഈ സമന്തകമാണ്. ഇനി കർമ്മങ്ങൾ ഒരു പരിധിവരെ സമന്തകത്തിൻ്റെ രൂപത്തിൽ ആ ആൾക്കാരെ എല്ലാം ഫോളോ ചെയ്യുകയായിരുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതൊക്കെ പോയിട്ട് ഈ നോവലിൻ്റെ അവസാന ഭാഗത്ത് ഭഗവാൻ സമന്തകവുമായിട്ട് സംസാരിക്കുന്ന ഒരു സങ്കല്പ കോൺവെർസേഷൻ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ കോൺവെർസേഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഭഗവാൻ സമന്തകത്തോട് പറയുന്നു, എൻ്റെ മരണത്തിന് കാരണം, അല്ലാതെ എൻ്റെ ശരീരം ഇല്ലാതാകാൻ പോകുന്നതിന് കാരണവും നീ തന്നെയാണ്. അൾട്ടിമേറ്റ്ലി യു ആർ ഗോയിങ് ടു ബി ദ റീസൺ. അപ്പോൾ സമന്തകം അതിശയിച്ചു, ഞാനെങ്ങനെയാണ് അങ്ങയെപ്പോലെ ഒരാളുടെ മരണത്തിന് കാരണമാവുക, അല്ലെങ്കിൽ ശരീരത്യാജ്യത്തിന് കാരണമാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് കാരണം? വാസ്തവത്തിൽ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യാൻ കാരണം ജര എന്ന് പറയുന്നൊരു വേടൻ അമ്പ ചെയ്യുന്നപ്പോഴാണ്, അല്ലേ? ഈ ജരയുടെ കയ്യിലിരിക്കുന്ന ആ അമ്പ് എന്താണ് അറിയാമോ? ശരിക്കും നമുക്കത് ഞങ്ങൾ പുറകോട്ട് പോകാം. ഈ സമന്തകത്തെ അന്വേഷിച്ചാണ് ഭഗവാൻ ജാമ്പവാൻ്റെ ഗുഹയിൽ പോകുന്നത്. അവിടെ വെച്ചാണ് ജാമ്പവതിയെ വിവാഹം ചെയ്യുന്നത്. ജാമ്പവതിയെ വിവാഹം ചെയ്ത് അവർക്കുണ്ടായ പുത്രനാണ് സാമ്പൻ. സാമ്പനും കൂട്ടുകാരും കൂടെ ഒരു ദിവസം മഹർഷിമാർ വരുമ്പോൾ സാമ്പൻ്റെ വയറ്റിലൊരു വലിയ തലയണയൊക്കെ വലിച്ചു കെട്ടി സ്ത്രീവേഷവും കെട്ടിയിട്ട് ഇവൾ പ്രസവിക്കുന്നതാണോ പെണ്ണോ എന്ന് ഈ മുനിമാരോട് ചോദിച്ചു. കളിയാക്കിയതാണ്. മഹർഷിമാർക്ക് ദേഷ്യം വന്നു. ഇവളൊരു മുസ്സലത്തെ പ്രസവിക്കുമെന്ന് പറയും. മുസ്സലം എന്ന് പറഞ്ഞാൽ എന്താ? ഇരുമ്പൊലക്ക, ഇരുമ്പൊലക്ക. സന്യാസിമാരുടെ പ്രഡിക്ഷൻ തെറ്റിയില്ല. സാമ്പൻ ഒരു ഇരുമ്പുലക്കയെ പ്രസവിച്ചു. അത് നിങ്ങളുടെ വംശത്തെ നശിപ്പിക്കുമെന്നും മഹർഷി ശാപം കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ രാജാവ് പേടിച്ച് ഇതിനെ കംപ്ലീറ്റ് രാഗി പൊടിച്ച് എന്ത് ചെയ്തു? സമുദ്രത്തിലെറിഞ്ഞു. ഇതെല്ലാം തിരിച്ച് കരയ്ക്കടിഞ്ഞ് എരുകപ്പുല്ലുകളായിട്ട് വളർന്ന് അവിടെ നിന്നു. ഒരൊറ്റ ഭാഗം മാത്രം എത്രയൊക്കെ ഇട്ട് രാഗി കിട്ടും. അതാണ് കർമ്മ. കർമ്മയുടെ പ്രത്യേകത അതാണ്. വരാഹമിഹിര ഹോരയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, സുദൃഢം എന്ന കാറ്റഗറിയിൽ വരുന്ന കർമാസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം. പക്ഷേ സുദൃഢ എന്ന് പറയുന്ന അതുപോലെ ഇതിലൊരു ഭാഗം മാത്രം അങ്ങനെ ഇരുന്നു. ഒരു രീതിയിലും അത് പൊടിയുന്നില്ല. അതിനെ കടലിലോട്ടെടുത്തെറിഞ്ഞത് ഒരു മത്സ്യം വിഴുങ്ങുന്നു. ആ മത്സ്യത്തിൻ്റെ ആ മത്സ്യത്തെ പിളർന്ന് അതിൽ നിന്നുണ്ടായ ആ ഇരുമ്പ് ഇതെടുത്താണ് ജര ഈ അമ്പുണ്ടാക്കിയത്. ആ അമ്പ് കൊണ്ടിട്ടാണ് ഭഗവാൻ ശരീരം ത്യജിക്കേണ്ടി വരുന്നത്. അപ്പോൾ കർമ്മം ഫോളോ ചെയ്യുന്നത് കണ്ടോ? എത്ര 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 പിറകിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ സമന്തകത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം, വനമാലിയുടെ ഹൃദയത്തിൽ ചേരുക എന്നുള്ള ആഗ്രഹം ഒരിക്കലും നടന്നുമില്ല. പക്ഷേ സമന്തകം പരോക്ഷമായിട്ട് ഇൻഡയറക്റ്റായിട്ട് ഭഗവാന്റെ ശരീരത്യാജ്യത്തിന് കാരണമാകുന്നു. ഇത്രയുമാണ് ഈ നോവലിൽ പറയുന്നത്. ഇതാണ് ഭഗവാന്റെ വെർഷൻ. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അതിൻ്റെ പേരിൽ കരയുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്തില്ല. ഗാന്ധാരി വന്ന് നീ നിൻ്റെ കുലവുമൊക്കെ 36 വർഷത്തിനകം നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയും, ഇത് കൊള്ളാം, നല്ലൊരു വരമാണ് കിട്ടിയിരിക്കുന്നത്. ഏത് കുലം? ഭഗവാൻ ഒരു കുലവും ഇല്ല, അല്ലേ? ബോഡി കോൺഷ്യസ്നെസ്സോ പ്രാണ കോൺഷ്യസ്നെസ്സോ റേസ് കോൺഷ്യസ്നെസ്സോ ഒന്നും തന്നെ ഉള്ള ഒരാളല്ല ഭഗവാൻ. അപ്പോൾ
അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് പറയും, അമ്മേ ഈ വരം കിട്ടാൻ വേണ്ടി. അത് ഗാന്ധാരി ശപിച്ചതാണ് അല്ലേ? അപ്പം പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് ശാപവും വരവും ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ എത്തുവാൻ വേണ്ടിയാണ് മൽഭക്തോ, എൻ്റെ ഭക്തന്മാർ ഞാനായിട്ട് മാറും അല്ലേ? നീ എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് എന്നെ ശരണം പ്രാപിക്കുക, ഞാൻ നിന്നെ എൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊള്ളാം. അതാണ് ഭക്തിയോഗത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വേർഡ്. ഇതിനപ്പുറം ഒരു ഗ്യാരണ്ടി ആർക്കും തരാൻ പറ്റില്ല അല്ലേ? നീ ഇങ്ങനെ കിടന്ന് സാഖ്യം എന്താണെന്നോ, കർമ്മം എന്താണെന്നോ, പ്രകൃതി എന്താണെന്നോ, സത്വരജ തമോ ഗുണങ്ങൾ എന്താണെന്നോ, ജ്ഞാനയോഗം എന്താണെന്നോ, അല്ലെങ്കിൽ രാജയോഗവും ഇതൊന്നും നീ നോക്കണ്ട. പകരം എന്ത് ചെയ്യുക? എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്? ഹരേ കൃഷ്ണ ജപിക്കുക. ഭഗവാനിൽ മനസ്സൊന്നുക. നിൻ്റെ കർത്തൃത്വം എടുത്ത് കളയുക. ഡോർഷിപ്പ്, നീയാണിത് ചെയ്യുന്നു എന്നുള്ള ഭാവം എടുത്തും കളയുക. അവിടെ എന്നെ പ്രതിഷ്ഠിക്കുക. നമ്മൾ വലിയ ഭക്തന്മാരൊക്കെയാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ ഈഗോ വെച്ചാണ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ല വേണ്ടത്. നിൻ്റെ ഇഷ്ടം. ഐ എം എ ടൂൾ അല്ലേ? നമ്മുടെ പ്രാർത്ഥന ത്വമേവ മാതാച പിതാ ത്വമേവ. നീ മാതാവാണ്, പിതാവാണ്, ബന്ധുവാണ്, സഖാവാണ്, വിദ്യയാണ്, ധനമാണ്. ത്വമേവ സർവം മമ ദേവദേവ. നീയാണ് എല്ലാം. അങ്ങനെയുള്ള നീ എന്നെ ഡോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ റൂൾ ചെയ്യുക. ഞാനൊരു ടൂളാണ്, ഒരു മീഡിയയാണ്, ഒരു ഒബ്ജക്റ്റാണ്. യു ആർ ദ സബ്ജക്റ്റ്. ഈ ഒരു തലത്തിലോട്ട് വന്നാൽ മാത്രമേ ഭക്തിയോഗം പൂർണ്ണമാകുള്ളൂ. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ദ ലവ് ടുവേർഡ്സ് ഗോഡ് എന്ന് പറയുന്നത് എപ്പോഴും വ്യവസ്ഥകൾക്ക് അതീതമായിരിക്കണം, അൺകണ്ടീഷണൽ ആയിരിക്കണം. ആഹാ, നിനക്ക് ഞാൻ തുളസിമാല തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു, നീ എനിക്ക് ദുഃഖം മാത്രം തരുന്നു, എന്നാൽ ഇനി നിനക്കൊന്നുമില്ല. ഇതല്ല, അത് കണ്ടീഷൻസ്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കൃഷ്ണൻ തന്നെ ഗീതയിൽ പറയുന്നു. കർമ്മവും കർമ്മഫലവും എന്ന് പറയുന്നത് ഒരു ആക്ഷൻ റിയാക്ഷൻ പ്രോസസ്സാണ്. അതിനകത്ത് എനിക്കൊന്നും വലുതായിട്ട് ചെയ്യാനില്ല എന്ന് ഭഗവാൻ പറയുന്നില്ലേ അല്ലേ? ബുദ്ധിയുള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാവും. കർമ്മവും കർമ്മഫലവും എന്ന് പറയുന്നത് ആക്ഷൻ റിയാക്ഷൻ പ്രോസസ്സാണ്. നിങ്ങളുടെ കർമ്മഫലം പോസിറ്റീവ് ആകണമെങ്കിൽ നിങ്ങൾ കർമ്മം പോസിറ്റീവായിട്ട് ചെയ്താലേ പറ്റൂ. അതിന് വേറെ വഴിയൊന്നുമില്ല. ഈ കർമ്മം 3 രീതിയിലുണ്ട്. എങ്ങനെ? പ്രാരാബ്ധം, സഞ്ചിതം, ആഗമി. പ്രാരാബ്ധം, കടക്കുവാൻ പ്രയാസമുള്ള സമുദ്രം, തരണം ചെയ്യുവാൻ പ്രയാസമുള്ള സമുദ്രം എന്നാണ് പ്രാരാബ്ധത്തിൻ്റെ അർത്ഥം. അത് നമ്മുടെ പൂർവ്വജന്മങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കയറി വരുന്നതാണ്. നമ്മൾ പലപ്പോഴും അതിന് ഉത്തരവാദിയായിരിക്കില്ല. ഞാനെന്ത് ചെയ്തു എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ ആത്മാവ് അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്താൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് നമ്മുടെ പഴയ കർമ്മങ്ങളുടെ മുദ്രകളും വെച്ചുകൊണ്ടാണ്. ദാറ്റ് ഇംപ്രിൻസ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സോൾ ഒരു ഗർഭപാത്രത്തിലേ അതിന് കയറാൻ പറ്റുകയുള്ളൂ. അതൊരു റൂളാണ്, അലിഖിതമായിട്ടുള്ളൊരു നിയമമാണ്. പലർക്കും അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറി വരുന്നത് പുതിയ ബോധത്തിലോട്ട് എത്തുമ്പോഴേക്കും പഴയത് മറന്നുപോകും. അങ്ങനെ മറന്നു പോകാത്ത ചില ആളുകളാണ് പൂർവ്വജന്മത്തിൻ്റെ സ്പാർക്കുമായിട്ട് ജീവിക്കുന്നത്. നിങ്ങൾ ശകുന്തളാദേവി എന്നൊരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ശകുന്തളാദേവി 4-ാമത്തെ വയസ്സിൽ ആ കുട്ടി പറഞ്ഞു, ഡൽഹിയിൽ ജനിച്ച കുട്ടിയാണ്, എൻ്റെ വീട് ഇവിടെയൊന്നും അല്ല, എൻ്റെ ഭർത്താവ് അങ്ങ് മധുരയിലാണെന്ന് പറഞ്ഞു. 4 വയസ്സുള്ള കുട്ടി. അച്ഛനും അമ്മയൊക്കെ പരിഭ്രാന്തിയായി, ഇവർക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന്. അവരെ ആ ചോദ്യം അവഗണിച്ചു. ഇവളെപ്പോഴും മധുരയെക്കുറിച്ച് പറയും, ഭർത്താവിൻ്റെ വീടിനെക്കുറിച്ച് പറയും, അവിടെ പോകണമെന്ന് പറയും. ഇവർക്ക് എന്തോ ചെറിയ പ്രശ്നമായിരിക്കുമെന്ന് വിചാരിച്ച് പാരൻസ് അവഗണിച്ചുവെങ്കിലും ഇവൾ സ്കൂളിലെത്തിയപ്പോൾ സ്കൂളിലെ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിലൊരു അധ്യാപകന് ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ മധുരയിൽ ഒരു മനുഷ്യൻ്റെ വൈഫ് മരിച്ചു പോയതും ഇവൾ പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അയാളുടെ വൈഫ് മരിച്ചു പോയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇവൾ സ്ഥിരമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവളുടെ ഗോൾഡൊക്കെ അവിടെ ഇരിക്കുകയാണ്, ആ ഗോൾഡ് എടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതൊരു സവിശേഷ ശ്രദ്ധ ആകർഷിച്ച് ആ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. ഒടുക്കം ഇതിൽ ഇടപെട്ടത് ആരാണെന്നറിയാമോ? മഹാത്മാഗാന്ധി. അദ്ദേഹം 15-16 പേരുള്ളൊരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. ഇവരെല്ലാം കൂടെ ഈ കുട്ടിയും കൊണ്ട് അവിടെ പോയി. അപ്പം നേരത്തെ പറഞ്ഞത് പ്രകാരം ഇവളുടെ ഹസ്ബൻഡ് മരിച്ചു പോയെന്നും താൻ പിന്നെ അയാളുടെ ഇരട്ട സഹോദരനാണെന്നും പറഞ്ഞുകൊണ്ട് ഇവളുടെ ഹസ്ബൻഡ് തന്നെ നിൽക്കുകയാണ് അവിടെ. അപ്പം തന്നെ അവൾ പറഞ്ഞു, ഈ കുട്ടി പറയുകയാണ്, എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, നിങ്ങളെയാണോ എനിക്ക് അറിഞ്ഞുകൂടാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പോയി
വളരെ പരിചിതമായിട്ടുള്ള രീതിയിൽ ആ വീട്ടിലുള്ള സ്ഥലങ്ങൾ, ബന്ധുക്കളെ എല്ലാം തിരിച്ചറിഞ്ഞ് ആ ഗോൾഡൊക്കെ ചെന്നെടുത്ത്, പിന്നെ ഇവളുടെ മരണശയ്യയിൽ വെച്ച് ഇവളുടെ ഭർത്താവ് പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ അയാൾക്ക് കുറേ വഴക്കൊക്കെ കൊടുത്ത്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇതൊരു പുനർജന്മമാണ്. ഈ സ്ത്രീ പിന്നെ ഒരിക്കലും വിവാഹമൊന്നും ചെയ്തില്ല. 65 വയസ്സ് വരെ എന്തോ ഈ സ്ത്രീ അങ്ങനെ ജീവിച്ചു. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അപ്പോൾ പല ജന്മങ്ങളും പഴയ ജന്മങ്ങളുടെ ഒരു തുടർ ആയിട്ട് വരുന്നുണ്ട്. അതിനെ നമ്മൾ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അത് സൂക്ഷ്മ ശരീരത്തിലേക്ക് പോകും. സൂക്ഷ്മ ശരീരത്തിൽ കുറേ ദിവസം നിൽക്കും. ആ സൂക്ഷ്മത, അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം നേരെ അങ്ങ് കാരണ ശരീരത്തിൽ, കാഷ്വൽ ബോഡിയിലോട്ടല്ല പോകുന്നത്. പിന്നെന്താ? സൂക്ഷ്മ ശരീരത്തിലാണ്. അവിടെ നിൽക്കുമ്പോൾ ആ ശരീരത്തിന് നമ്മളെ, അതിൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. പക്ഷേ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, പ്രതികരിക്കാൻ പറ്റില്ല. നിങ്ങൾ വളരെ സൈക്കിക്കായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, വൈബ്രേഷൻസ് ക്യാച്ച് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അവരുടെ പ്രസൻസ്, നിങ്ങൾ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. ഇപ്പോൾ വന്നിട്ട് പോയെന്നൊക്കെ ചിലർ പറയും. പക്ഷേ എല്ലാവർക്കും അങ്ങ് പറ്റില്ല. അപ്പോൾ നമ്മൾ പറയും, നിനക്ക് തോന്നിയതാണ്. പക്ഷേ ഇത് സൂക്ഷ്മ ശരീരത്തിൽ നിൽക്കുമ്പോഴാണ്. സൂക്ഷ്മ ശരീരത്തിൽ നിന്നും പിന്നെ ഇത് കാഷ്വൽ ബോഡിയിലോട്ട് പോകും. ഏതാ ഈ കാരണ ശരീരത്തിലേക്ക് പോകും. അവിടെയാണ് ഇത് അടുത്ത ജന്മത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു സംസാര ചക്രം എന്ന് നമ്മൾ പറയുന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ എൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ശകുന്തള ദേവിക്ക് ഓർമ്മ വന്നതുപോലെ പണ്ടത്തെ ജന്മത്തിൽ എൻ്റെ ഭർത്താവിനെ ഓർമ്മ വന്നെങ്കിൽ ചെന്ന് 2 അടി കൊടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. പക്ഷേ നമുക്കൊന്നും ഓർമ്മ വരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. കഴിഞ്ഞ ആഴ്ച ഇതേ സമയത്ത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ ഈ സമയത്ത് നമ്മളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ പിന്നെ നമ്മളൊരു ജന്മം മുൻപുള്ളത് ഓർമ്മിക്കുമോ? ഇല്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കൊന്നും ഇല്ലാത്ത ചില സ്വഭാവ സവിശേഷതകൾ നിങ്ങൾക്കുണ്ടാവാം. ചില ഇഷ്ടങ്ങളുണ്ടാവാം. ഇതെവിടെ നിന്ന് വന്നു, ഇവക്കിതെവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഇവനിതെവിടെ നിന്ന് കിട്ടിയെന്ന് വീട്ടുകാർ ചോദിക്കും. ഞങ്ങൾക്ക് ആർക്കും ഈ കുഴപ്പമില്ലല്ലോ, നിനക്ക് മാത്രമാണല്ലോ. അത്തരം ട്രൈറ്റ്സൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ആത്മാവിൻ്റെ വാസനയാണ്. ആത്മാവിൻ്റെ വാസനയാണ് കൊണ്ടാണത് സംഭവിക്കുന്നതെന്ന് പറയും. അതിപ്രശസ്തനായിട്ടുള്ള ഒരു കവി ഖലീൽ ജിബ്രാൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചിൽഡ്രൻ എന്ന് പറയുന്നൊരു പോയമുണ്ട്. ആ ചിൽഡ്രനിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പാരൻസിനോടാണ് പറയുന്നത്, നിങ്ങൾ അവർക്ക് രക്തം കൊടുത്തു, മാംസം കൊടുത്തു, പക്ഷേ ആത്മാവ് കൊടുത്തിട്ടില്ല. ആ ആത്മാവിനെ മാനിഫെസ്റ്റ് ചെയ്യിക്കുവാനാണ് അവർ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അവരതാകുകയുള്ളൂ, നിങ്ങൾ വിചാരിക്കുന്നതൊന്നും ആവില്ല. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കുട്ടികളെ ഇന്നതാകണം എന്ന് പറഞ്ഞൊന്നും ആരും കമ്പല് ചെയ്യരുത്. അതൊന്നും സംഭവിക്കില്ല. അവരുടെ സോളിൻ്റെ വാസനയ്ക്കനുസരിച്ച് അവർ രൂപപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ചിലർ പറയും, എനിക്കൊരു ഡോക്ടറാകാനായിരുന്നു ആഗ്രഹം, അത് സാധിച്ചില്ല, അതുകൊണ്ട് നീ ഒരു ഡോക്ടറാകണം. എന്ത് ന്യായമാണിത്? എന്ത് ന്യായമല്ലേ? എന്തൊരു സെൽഫിഷായിട്ടുള്ളൊരു ഇഷ്ടമാണ്. ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആയുമില്ല, എൻ്റെ പാരൻസിനെ ഞാൻ പിന്നെ സന്തോഷിച്ചും കൊടുത്തുമില്ല, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനോടൊരു താല്പര്യമില്ലാത്ത എൻ്റെ മക്കളെ ഇതിനു വേണ്ടി ചിലപ്പോൾ കമ്പൽ ചെയ്യുകയും ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവർക്ക് അവരുടേതായ വാസനകളുണ്ട്, അല്ലേ? ഇപ്പോൾ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും എത്രത്തോളം ആക്റ്റീവാണെന്ന് അറിയാൻ കഴിയും. റൈറ്റ് ബ്രെയിൻ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുടെ താല്പര്യങ്ങളും ലെഫ്റ്റ് ബ്രെയിൻ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുടെ താല്പര്യങ്ങളും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങോ സയൻസോ റൈറ്റിംഗ് സ്കിൽസോ ലിറ്ററേച്ചറോ അതുപോലെ ആർട്ടിസ്റ്റിക് ടാലൻസോ ഒക്കെ കൂടുതലായിരിക്കും. ലെഫ്റ്റ് ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അത് നമുക്ക് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ കൂടുതൽ ആക്റ്റീവ് എന്നറിയാൻ ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, അതിൻ്റെ ടെസ്റ്റുകളൊക്കെ കിട്ടും. നിങ്ങളുടെ ക്യാരക്ടറിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ കൂടുതൽ ആക്റ്റീവ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ എന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ സ്വപ്നത്തിലൂടെ പറന്ന് നടക്കുകയാണെങ്കിൽ വിചാരിച്ചോളൂ, നിങ്ങൾ ആബ്സെൻറ്റ് മൈൻഡഡ് ആണ്, റൈറ്റ് ബ്രെയിൻ കൂടുതൽ ആക്റ്റീവാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു നീല നിറമുള്ള ആന പച്ച
ചിറക് വിരിച്ചുകൊണ്ട് മേഘങ്ങളും ആകാശമൊന്നും ഇല്ലാതെ അന്തരീക്ഷത്തിലൂടെ പറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുടനെ നീല നിറമുള്ള ആന, പച്ച നിറമുള്ള ചിറക്, ആകാശമില്ലാത്ത അന്തരീക്ഷം, മൊത്തത്തിൽ ഇങ്ങേർക്ക് എന്തോ കുഴപ്പമാണ്, ആദ്യമേ തോന്നി, ഇപ്പോൾ ദാ അത് ക്ലിയറായി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ലോജിക്കാണ് വർക്ക് ചെയ്യുന്നത്, ലെഫ്റ്റ് ബ്രെയിനാണ്. പകരം ഞാൻ ഈ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷ്വൽ കിട്ടിയെന്ന് വിചാരിക്കുക. അതാ നീല കളറുള്ളതാണ്, അതാ അതിന് പച്ചച്ചിറക്, അതാ പറക്കുന്നു. ഈ വിഷ്വൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ബ്രെയിൻ കൂടുതൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതങ്ങനെ ഈ കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് റൈറ്റും ലെഫ്റ്റും ഒക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള കാര്യം മാത്രമേ, നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയം എടുത്ത് വെച്ച് ഒരിക്കലും പഠിക്കരുത്, അല്ലേ? സ്വഭാവത്തിനനുസരിച്ചായിരിക്കണം സ്വധർമ്മം. എൻ്റെ ഒരു പുസ്തകമുണ്ട്, സ്വഭാവ സഞ്ചാരം. ആ പുസ്തകത്തിന് സ്വഭാവ സഞ്ചാരമെന്ന് മുകളിലും ഭാവസഞ്ചാരം താഴെയുമായി എഴുതിയിരിക്കുന്നത്. സ്വഭാവസഞ്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാവമാണ് സ്വഭാവം. ആ സ്വന്തം ഭാവത്തിന് യോജിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് പൊളിയും. ഭഗവാനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച് അനുകരിച്ച് ഒരാൾ ഒരു മയിൽപ്പീലിയൊക്കെ എടുത്ത് ചുറ്റി സുദർശനം പോലെ കയ്യിലൊരു ചക്രമൊക്കെ വെച്ചുകൊണ്ട് നടന്നു, അല്ലേ? അയാളുടെ പേരെന്താ? പുണ്ഡ്രകൻ. അവസാനം ഭഗവാൻ തന്നെ അയാളെ കൊന്നു. ഒരു സുദർശനമൊക്കെ ഉണ്ടാക്കി, ഒരു തടിയിലൊരു ഗരുഡനെയൊക്കെ ഉണ്ടാക്കി, ഭഗവാന്റെ യഥാർത്ഥ കൃഷ്ണൻ ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളുണ്ടായിരുന്നു. പുണ്ഡ്രകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒടുക്കം ഭഗവാൻ തന്നെ വധിച്ചു. അപ്പം അതുകൊണ്ട് നമ്മൾ അനുകരണം എന്ന് പറയുന്നത് ഒബ്സഷനിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾക്ക് പലതിനോടും പല സന്ദർഭങ്ങളിലും ഉണ്ടാകുന്ന ഒബ്സഷൻസ് ഒരിക്കലും യാഥാർത്ഥ്യമല്ല. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയാണ് ഈ ഒബ്സഷൻ കൂടുതലുണ്ടാവുക. നമുക്കെല്ലാം ഒബ്സഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ഒബ്സഷൻ ഉണ്ടാകാറുണ്ട്. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് ഏതെങ്കിലുമൊക്കെ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ചില പാട്ടുകൾ ഉണ്ടാകും. ആ പാട്ട് ആദ്യമായിട്ട് കേട്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ ഒരിക്കൽ കൂടെ കേട്ടു. അതിൽ ആദ്യത്തെ ഒരു 2 വരികൾ നമ്മുടെ മനസ്സിലങ്ങ് നിറഞ്ഞു എന്ന് വിചാരിക്കുക. പിന്നെ ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കും. ആദ്യത്തെ 1 വരി അല്ലെങ്കിൽ 2 വരി. അപ്പം കൂടെയുള്ളവരൊക്കെ ചോദിക്കും, നിനക്ക് വല്ല അസുഖമുണ്ടോ? നീ ഇന്ന് രാവിലെ തുടങ്ങിയതാണല്ലോ ഈ 2 വരി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ മനസ്സിലായിരിക്കും പാടുക. ഇതാണ് ഒബ്സഷൻ. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. OCD. കൈ കഴുകാൻ പോയി കഴിഞ്ഞാൽ കൈ കഴുകിക്കൊണ്ടേയിരിക്കും. ഞാൻ ഒരുപാട് പേര് ആ അസുഖമുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. OCD ഉള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അയാളുടെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളെല്ലാം ഉറങ്ങാൻ പോകുമ്പോൾ കിടക്ക വിരിക്കുമല്ലോ, അപ്പോൾ ബെഡ്ഷീറ്റ് എടുത്ത് കുടയും. ഇയാളും കുടയും. പക്ഷേ ഇയാൾ കുടയുന്ന അരമണിക്കൂറാണ്. കുടഞ്ഞ് ഇയാൾ കുഴഞ്ഞു വീഴും. അതുവരെ കുടഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് തൃപ്തിയില്ല, ഇത് ശരിയായിട്ടില്ല എന്നുള്ള തോന്നലാണ്. ഇങ്ങനെ ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലരുണ്ട്, ഗ്യാസ് അണച്ചോ എന്ന് പോയി ചെക്ക് ചെയ്യും. ഒരിക്കൽ ചെക്ക് ചെയ്യുന്നതൊന്നും വലിയ കുഴപ്പമില്ല. അണച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള സംശയം തോന്നി ഒരിക്കൽ പോയി ചെക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ ഒരു 5 പ്രാവശ്യമൊക്കെ പോയി ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളൂ, ആ ഡിസോർഡർ ഉണ്ട്, എന്തോ ചെറിയ കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് അണച്ചോ? ചിലരുണ്ട്, കട്ടിലിൽ കിടക്കാൻ നേരത്ത് താഴെ ഇറങ്ങി ആരെങ്കിലും താഴെ ഉണ്ടോ എന്ന് നോക്കും. ഇതൊക്കെ ഒന്നിൽ കൂടുതലായാൽ അത് ഡിസോർഡറാവും. ഒരു തവണയുള്ളതൊക്കെ നമുക്ക് ഒരു പരിധിവരെ സാമാന്യമായിട്ടുള്ള സംശയം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞങ്ങ് വിടാം. പക്ഷേ പല പ്രാവശ്യമായി കഴിയുമ്പോൾ ആലോചിക്കുക, മനസ്സെന്തോ ഒരു രീതിയിൽ ചില സംശയങ്ങൾ, പാരനോയിഡ് പേഴ്സണാലിറ്റി എന്നാണ് നമ്മളവരെ പറയുക. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ചില വ്യക്തികൾ. എൻ്റെ അടുത്ത് ഏറെ വന്നിട്ടുള്ള ഒരു കേസാണ്, ഒരു കാര്യവുമില്ലാതെ വിഷമിക്കുന്ന കുട്ടികൾ. ചുമ്മാ ഇരുന്ന് കരയുക, പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ല. വീട്ടിൽ ആഹാരം കഴിക്കാനില്ലാത്തത് കൊണ്ടോ സ്നേഹിക്കാനില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, എല്ലാ സാഹചര്യങ്ങളുണ്ട്, എന്നാലും വെറുതെ വിഷമിക്കുക. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, വിഷാദ രോഗം. ചില സന്ദർഭങ്ങളിൽ അത് ശരിക്കും ഫിസിക്കലായിട്ടുള്ള ചില റീസൺസ് കൊണ്ട് വരാം. ചില ഡോപ്പാമിനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വരാം, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ വരാം. പക്ഷേ ഇത് പലപ്പോഴും പാരൻസ് എന്താ പറയുന്നത്? അവൾക്ക് അഹങ്കാരമാണ്, അവൾക്ക് ഒരു കുറവും ഇല്ലാതെ വളർത്തുന്നതിൻ്റെ കുഴപ്പമാണ്, ചുമ്മാ ഇരുന്ന് കരയുക. എനിക്കറിയാവുന്നുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് വരാന്തയിൽ വന്നിരുന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് കരയും. അവളുടെ ദിനചര്യയാണ്, ഒരു റൊട്ടീൻ പോലെയാണ്. ചായയൊക്കെ കുടിച്ചിട്ട് സ്മാർട്ടായിട്ട് വന്നിരുന്നാണ് കരയുന്നത്, ഉറക്ക നിലവിളിക്കും. ഒരു സ്കൂൾ കുട്ടി.
അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിലീസിങ്. അപ്പോൾ ഇത്തരം വിഷാദ രോഗം എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ വളരെയേറെ അപകടകരമാണ്, വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ കുട്ടികളിൽ പെട്ടെന്ന് തന്നെ ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടികൾ ഒറ്റയ്ക്കിരിക്കുക, ആരോടും സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, ആഹാരത്തിനോട് വലിയ താല്പര്യമില്ല, എപ്പോഴും ഫിലോസഫിക്കലായിട്ട് ജീവിതത്തിനൊന്നും ഒരു അർത്ഥമില്ല, എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കൂട്ടുകാരോടൊക്കെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാര്യങ്ങൾ ഈ സംശയത്തോടെ, എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടെ നോക്കുന്നതും പ്രായമാകുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. എല്ലാത്തിനോടും സംശയം തോന്നുന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, മാനസികമായ ആരോഗ്യത്തിന് ചെറിയ കുറവ് വന്നു എന്ന് വിചാരിക്കുക. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിന് ശക്തി തരുന്ന ഊർജമാണ്, മെഡിസിനാണ് ആത്മീയത എന്ന് പറയുന്നത്. നിങ്ങൾ ഭഗവത് നാമം ജപിക്കുകയും ദ ലോർഡ് ഈസ് ഇൻ മീ, എൻ്റെ ഉള്ളിൽ വിളങ്ങുന്നത് ഭഗവാനാണ്, തത്വമസി, ശിവോഹം, ആ ശിവൻ ഞാൻ തന്നെയാണ്, തത്വമസി അത് നീയാണ്, അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു. ആ ഒരു ബോധത്തോടു കൂടി നമ്മുടെ ന്യൂക്ലിയസിൽ തന്നെ ആ ദൈവത്തിനെ, അല്ലെങ്കിൽ ആ ശക്തിയെ, ഈശ്വരീയ ശക്തി, ആ ഡിവൈൻ പവർ എൻ്റെ കൂടെയുണ്ട്, അതെൻ്റെ ബുദ്ധിയെ പ്രസാദിപ്പിക്കും, എൻ്റെ ഇമോഷൻസിനെ അത് കൺട്രോൾ ചെയ്യും എന്നുള്ളൊരു ധാരണയോടുകൂടി നമ്മൾ ഉറച്ചിരുന്നാൽ, ആ സ്ഥിതപ്രജ്ഞ നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കും. എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും പറയുന്നത് ബാലൻസിങ്ങിനെ കുറിച്ചാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിലകൊള്ളുന്നത് ബാലൻസിങ്ങിലാണ്. ഒരു ബാലൻസിങ് സിസ്റ്റം കൊണ്ടാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ നോക്കൂ, ഈ സൗരയൂഥം നോക്കുക, അതൊരു ബാലൻസിങ് സിസ്റ്റമാണ്. ആ ഫോഴ്സുകൾ, മാഗ്നറ്റ് അട്രാക്ഷൻ, ഗ്രാവിറ്റി, ഇതെല്ലാം തന്നെ ഒരു ബാലൻസിങ്ങിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം മാറിയാൽ തീർന്നു. മനുഷ്യനിപ്പം കുറച്ച് ബാലൻസിങ് തെറ്റിക്കുന്നത് കൊണ്ടാണ് നമ്മളിന്ന് ഇത്രയും ചൂട് അനുഭവിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിച്ചതുകൊണ്ട്. അല്ലെങ്കിൽ ധ്രുവത്തിലുള്ള പിന്നെ ഐസെല്ലാം ഉരുകി കൂടുതൽ വെള്ളപ്പൊക്കം വരാൻ പോകുന്നത്. അത് ബാലൻസിങ് തെറ്റുമ്പോഴാണ് ആ വർഗമേ ഈ പ്രകൃതിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ആയി പോകും. അതിൻ്റെ ചരിത്രമാണ് നമ്മൾ പണ്ട് ഭീമാകാരങ്ങളായ ഉരകങ്ങൾ ഈ നാട്ടിൽ, ഈ ലോകത്തുണ്ടായിരുന്നു അല്ലേ, ഡൈനോസറസ്. ഇന്നൊരെണ്ണം ഇല്ല, സ്കെൽട്ടൺ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ മനുഷ്യൻ ഈ ബാലൻസ് തെറ്റിച്ചാൽ ഡിവൈനിറ്റി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഓഫ് നാച്ചറിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു പ്രയാസമില്ല. ഞാൻ ഈ പുസ്തകത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്ന ഒരു പാറ, ഒരു വലിയ പാറയാണ് ഭൂമി. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ, നമ്മളതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില ഉറുമ്പുകളെ പോലെയാണ്. നമ്മളിങ്ങനെ പറന്ന് കിടക്കുകയാണ് അല്ലേ. ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഈ പാറയുടെ ഒരറ്റത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉറുമ്പുകൾ പോലുള്ള നമ്മളെ നശിപ്പിക്കാൻ ഭൂമിക്കൊന്ന് കുടഞ്ഞാൽ മതി അല്ലേ, ഇങ്ങനെ ഒന്നാക്കിയാൽ മതി, എല്ലാം കൂടെ മറിഞ്ഞിരിച്ച് വീഴും, ഈ കെട്ടിടങ്ങളെല്ലാം താഴെ പോകും. അല്ലെങ്കിൽ ഒരല്പം ചൂട് കൂടിയാൽ മതി, മഞ്ഞെല്ലാം കൂടെ ഉരുകി വെള്ളമായിട്ട് എല്ലാ വൻ നഗരങ്ങളെയും വിഴുങ്ങും. അത്രയൊക്കെ ഉള്ളൂ വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ബോധം ഇതിനെല്ലാം, ഈ അതിവിശാലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ കണ്ടെത്തിയിരിക്കുന്നു. അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അനന്തം അജ്ഞാതം അവർണ്ണനീയം, അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ നമ്മൾ ഓരോ വശത്തുനിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുന്നതോറും നമ്മുടെ അത്ഭുതം കൂടി വരികയാണ്. ആദ്യം ഒരു സൂര്യൻ, ഭൂമി, സൗരയൂഥം എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആകാശഗംഗ എന്ന് പറഞ്ഞൊരു വലിയ സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആകാശഗംഗകൾ, ഗാലക്സികളുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇതെല്ലാം ചുറ്റുകയാണെന്നുള്ളത് മനസ്സിലായി. ഇതിനിടയ്ക്കുള്ള സ്പേസിനെ കുറിച്ചും പിന്നെ ഡാർക്ക് എനർജിയെക്കുറിച്ചും തമോ ഗർത്തങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നക്ഷത്രങ്ങളെ വരെ വിഴുങ്ങുന്ന തമോ ഗർത്തങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ ലോകത്തെ മുഴുവൻ നിലകൊള്ളുന്ന ആൻറ്റി ഗ്രാവിറ്റി പോലുള്ള എനർജിയെക്കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ കൂടുതൽ പഠിച്ചു വരുന്തോറും ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം മനസ്സിലാക്കുന്ന മനുഷ്യബോധമെന്ന് പറയുന്നത് അതിമഹത്തായ ഒന്നാണ്. അത് എന്നിലും നിങ്ങളിലും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ചൈതന്യം, അറിവ്, മഹർഷിമാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു പൊട്ടൻഷ്യലുള്ള നമ്മൾ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു അനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൽ ഇനിയും കിടക്കണോ, മൃഗബോധത്തിൽ കഴിയണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. എല്ലാത്തിനും അടിക്കടി, അല്ലെങ്കിൽ എന്നോടങ്ങനെ കാണിച്ചെങ്കിൽ ഇനി ഞാൻ അവളോട് മിണ്ടില്ല, അവനോട് മിണ്ടില്ല, ഈ ഒരു രീതിയിൽ നമ്മൾ ഇനി നമ്മുടെ ക്യാരക്ടറിനെ
ചുരുക്കണമോ അതോ നമ്മുടെ ചിത്താകാശത്തെ വികസിപ്പിച്ച് എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാവർക്കും ഫൊർഗീവ് ചെയ്ത് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കണമോ? മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് മനസ്സിൽ അനാവശ്യമായിട്ട് ചുമക്കുന്ന എല്ലാ വേസ്റ്റുകളെയും എടുത്ത് കളയുക. ഈ വേസ്റ്റുകളെയൊക്കെ നമ്മൾ ശത്രുതാ മനോഭാവത്തോടോ വിഷമത്തോടു കൂടിയോ നമ്മുടെ മനസ്സിൽ നമ്മൾ ചുമക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കർമ്മമുദ്രകളായി നമ്മളിൽ കാണും. ഒരു സെൻ കഥയുണ്ട്, ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുള്ളൊരു കഥയാണ്. 2 ബുദ്ധഭിക്ഷുക്കൾ ഒരു നദി കടക്കാനായിട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ അവിടെ വന്നിട്ട് പറയും, നദിയിൽ വെള്ളപ്പൊക്കമാണ്, എന്നെ നിങ്ങളിൽ ഒരാൾ എടുത്തുകൊണ്ട് അപ്പുറത്ത് പോകണം, സഹായിക്കണമെന്ന് പറയും. അപ്പോൾ സീനിയറായിട്ടുള്ള ബുദ്ധഭിക്ഷു പറഞ്ഞു, ഞങ്ങൾ ബ്രഹ്മചാരികളാണ്, സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല. മറ്റേ ബ്രഹ്മചാരി ഒന്നും മിണ്ടാതെ ആ ഭിക്ഷു ഈ സ്ത്രീയെ തോളിലെടുത്തു, എല്ലാവരും ക്രോസ് ചെയ്തു. അവർ രണ്ടുപേരുടെയും കാല് തൊട്ട് തൊഴുതിട്ട് അവരുടെ വഴിക്ക് പോയി. ഇവർ നടന്ന് വേറൊരു വഴിയെ പോവുകയാണ്. ഏകദേശം 10-15 മിനിറ്റ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീനിയറായിട്ടുള്ള ബുദ്ധഭിക്ഷു മറ്റേ ആളോട് പറഞ്ഞു, നീ ചെയ്ത തൊട്ട് ശരിയായില്ല കേട്ടോ. മറ്റേ ആൾ എന്താ, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അല്ല, നീ ആ സ്ത്രീയെ ചുമന്നില്ലേ, തൊട്ടില്ലേ, തോളിൽ ചുമന്നില്ലേ? അപ്പോൾ മറ്റേ ബുദ്ധഭിക്ഷു പറഞ്ഞതാണ് ഉത്തരം. അവിടെ കഥ തീർന്നു. സെൻ കഥകൾ അങ്ങനെയാണ്. അതെന്താ പറഞ്ഞെന്നറിയോ? ഞാൻ അവരെ അവിടെ ഉപേക്ഷിച്ചു, നിങ്ങളിപ്പോഴും ചുമക്കുന്നു. ശരിയല്ലേ? നല്ലൊരു കർമ്മം ചെയ്തു, അതിനെ മനസ്സിലേക്ക് എടുത്തില്ല. തേന തെക്തേന ഭോഞ്ചിത, ഈശാവാസ്യത്തിലെ ആദ്യത്തെ മന്ത്രം. തേന തെക്തേന ഭോഞ്ചിത, ത്യജിച്ചിട്ട് ഭുജിക്കുക. ഈശാവാസ്യം ഇതം സർവം തേന തെക്തേന ഭോഞ്ചിത, ത്യജിച്ച് ഭുജിക്കുക. കർമ്മശാസ്ത്രം മുഴുവൻ തുടങ്ങുന്നത് ആ മന്ത്രത്തിൽ നിന്നാണ്. ഏറ്റവും പ്രാചീനമായ ഉപനിഷത്തുകളിലൊന്നാണ് ഈശാവാസ്യം. അപ്പോൾ ത്യജിച്ചിട്ട് ഭുജിക്കുക എന്ന് പറയുന്ന ആ ഒരു മന്ത്രം, അതാണ് ആ ബുദ്ധഭിക്ഷു ചെയ്തത്. ആ കർമ്മം ചെയ്തു, അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. മറ്റേ ആൾ ഇത് തൊട്ടിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ചുമക്കുകയാണ് ആ സ്ത്രീയെ. എന്നാലും യവൻ ചുമന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? യഥാർത്ഥത്തിൽ ചുമക്കുന്നത് ഇതുപോലെ നമ്മൾ മനസ്സിൽ ഒരു ആവശ്യവുമില്ലാതെ പണ്ടുകാലം തൊട്ടേ നടന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അന്നത്തെ നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു, അന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു സെല്ല് പോലും ഇന്ന് നമ്മുടെ ശരീരത്തിലില്ല. നമ്മുടെ ഹൃദയം മാറി, ലിവർ മാറി, എല്ലാം മാറി. 6-7 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഓർഗൻസ് എല്ലാം അകത്ത് ട്രാൻസ്ഫർ ചെയ്യും, മാറും. എന്നിട്ട് നമ്മളിപ്പോഴും അതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം വേസ്റ്റുകളെല്ലാം എടുത്ത് കളയുക. ഐ വോണ്ട് ഫ്രീഡം. മോക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആധ്യാത്മികമായ നാമമാണ് മോക്ഷം, ലിബറേഷൻ എന്ന് പറയുന്നത്. അത് ഈ ശരീരത്തിൽ വെച്ച് തന്നെ നമുക്ക് ലഭിക്കാവുന്നതാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത്. ലൈഫ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് നമുക്ക് ഫ്രീ ആകാൻ കഴിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തും കളയുക. രണ്ടാമത് നമ്മളെ പോസിറ്റീവാക്കാൻ, ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഉള്ളിലെ ക്ഷേത്രത്തെ അടിച്ചു വൃത്തിയാക്കാൻ, ശുദ്ധീകരിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനിച്ചത് മുതൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ടും വെള്ളമായിട്ടും ഹെൽപ്പ് ചെയ്ത ആളുകളെല്ലാം നന്ദിയോടെ സ്മരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ഗുരുക്കന്മാർ, അച്ഛൻ, അമ്മ, ഇങ്ങനെ നമുക്ക് സഹായം തന്ന, നമുക്ക് അറിവ് തന്ന എല്ലാ വ്യക്തികളോടും നന്ദി, ഒരു കൃതജ്ഞത, ആ ഒരു മനസ്സ് നമ്മളിലുണ്ടാവുക. ലൈഫിനോട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയാൽ, നമ്മൾ നന്ദിയോടെയാണ് ലൈഫിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, ലൈഫ് തിരിച്ച് അതേ രീതിയിൽ നമ്മളോട് പ്രതികരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ അസുഖം മാറ്റണമേ എന്നല്ല, ദൈവമേ എനിക്ക് സുഖം തരണമേ എന്നേ പ്രാർത്ഥിക്കാവൂ. എൻ്റെ പേടി മാറ്റണമേ എന്നല്ല, എനിക്ക് ധൈര്യം തരണമേ എന്നേ പ്രാർത്ഥിക്കാവൂ. അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് വെറുപ്പ് തോന്നരുത് എന്നല്ല, പിന്നെയോ എനിക്ക് എല്ലാവരോടും ഇഷ്ടം തോന്നണം, സമഭാവന ഉണ്ടാകണം. പോസിറ്റീവ് വേർഡ്സ് ഉപയോഗിച്ച് മാത്രമേ പ്രാർത്ഥന നടത്താവൂ. കാരണം നമ്മൾ ഈ നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ അതാണ് നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്നത്. പ്രപഞ്ചത്തിന് നമ്മൾ എന്ത് കൊടുക്കുമോ, വാട്ട് യു സീക്ക് യു എന്ന് പറയും. നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളെയും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്വയം ശപിക്കരുത്, ഒരിക്കലും സെൽഫ് അണ്ടർ റേറ്റിംഗ് ചെയ്യരുത്, സ്വയം താഴ്ത്തരുത്. നമ്മൾ സെൽഫ് എസ്റ്റീം ചെയ്യുക. അതായത് നമ്മൾ എന്താണോ അതിൽ നമുക്കിപ്പോൾ ഓക്കെ, ഞാൻ സത്യസന്ധനാണെങ്കിൽ അതെനിക്ക് പറയാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു പ്രത്യേക കഴിവ് ഒരു കാര്യത്തിലുണ്ട്, എൻ്റെ മെമ്മറി പവർ അൺയൂഷ്വലാണെങ്കിൽ എനിക്കത് പറയാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിലുള്ള കഴിവുകളെയും കുറവുകളെയും യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിഞ്ഞ്
സൈക്കോളജിക്കലി അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ചില ആളുകൾ അങ്ങനെയല്ല. ചില കുട്ടികളോട് നിങ്ങൾ ചോദിക്കുന്നു, 100 മാർക്കിനുള്ളൊരു എക്സാം എത്ര കിട്ടും? എനിക്കൊരു 40 മാർക്ക് കിട്ടും. അയാൾക്കൊരു 70 മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. എന്താണ്? അണ്ടർ എസ്റ്റിമേറ്റിംഗ് ആണ്. സ്വന്തം കഴിവുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു കുട്ടിയാണത്. ഇനി ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുന്നു, 100-ന് എത്ര കിട്ടും? എനിക്ക് 70 കിട്ടും, പക്ഷേ കിട്ടുന്നത് 40 ആണെന്ന് വിചാരിക്കുക. ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കുട്ടിയാണ്. സ്വന്തം കഴിവുകളെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കുട്ടി. ഇത് രണ്ടും പാടില്ല. നമ്മൾ ആൾമോസ്റ്റ് നമ്മുടെ റിയാലിറ്റിയുമായിട്ട് അടുത്ത് നിൽക്കണം. നമുക്ക് നമ്മളെക്കുറിച്ചും മറ്റുള്ളവർക്കുറിച്ചുമുള്ള മാനസികമായിട്ടുള്ള വിശ്വാസങ്ങൾ എപ്പോഴും സത്യമാകണമെന്നില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സത്വരജ തമോ ഗുണങ്ങൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് സെൽഫ് അവെയർനെസ് ഉണ്ടാകുന്നു. ഇതാണ് ഞാൻ, എൻ്റെ കർമ്മ സംസ്കാരം ഇതാണ്, ഇന്ന സംഭവങ്ങൾ എൻ്റെ മേലുണ്ടായാൽ ഞാൻ അതിനോട് ഇഷ്ടപ്പെടില്ല, ഞാൻ ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വിഷമിക്കും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതെ നോക്കണം, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് വെൻ യു മെഡിറ്റേറ്റ് ഇറ്റ് ഹാപ്പൻസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്. നിങ്ങളൊരു തേർഡ് പേഴ്സണായിട്ട് ഒരു ഡയറി എഴുതുക. നിങ്ങളുടെ പേര് സൗമ്യ എന്നാണെങ്കിൽ, ഞാനിന്ന് ഒരു 10 മണിക്ക് ഒരു പ്രഭാഷണം കേൾക്കാൻ പോയി എന്ന് എഴുതുന്നതിന് പകരം എന്തെഴുതണം? സൗമ്യ ഇന്ന് രാവിലെ 10 മണിക്ക് ഒരു പ്രഭാഷണം കേൾക്കാൻ പോയി. അവൾ അവിടെ ചെന്നപ്പോൾ മുടി നീട്ടി വളർത്തിയൊരു മനുഷ്യൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അവൾ കുറേ നേരം ശ്രദ്ധിച്ചിരുന്നപ്പോൾ ആ പറയുന്നതിലൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് അവൾക്ക് തോന്നി. ആദ്യം അവൾക്ക് ചെറിയൊരു വിരസത അനുഭവപ്പെട്ടുവെങ്കിലും പിന്നീട് കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും തോന്നി. ഇങ്ങനെ വേറൊരാളായിട്ട്, സ്വന്തം ഒരു വ്യൂവറായിട്ട്, തൈത്തരീയ ഉപനിഷത്തിൽ പറയുന്നത് പോലെ 2 പക്ഷികൾ, ഒരു പക്ഷി എന്ത് ചെയ്യുന്നു? എല്ലാ ഫലങ്ങളും കൊത്തി തിന്നുന്നു, മറ്റത് ഒന്നും ചെയ്യാതെ അതിനെ നോക്കിയിരിക്കുന്നു. ആ പരമാത്മ സാക്ഷിഭാവം എന്ന് പറയും. ആ ഭാവത്തിൽ, ആ വ്യൂവറായിട്ട്, കാഴ്ചക്കാരനായിട്ടുണ്ട് അല്ലെങ്കിൽ കാഴ്ചക്കാരിയായിട്ട് ഇരുന്നു കൊണ്ട് നമ്മളെ തന്നെ എഴുതുമ്പോൾ ഒരു 10-15 ദിവസത്തെ എഴുതി നോക്കുക. നമ്മുടെ പല ട്രേറ്റ്സും നമ്മുടെ ക്യാരക്ടറിലുള്ള പാത്തുകളും ഹാബിറ്റ്സും എല്ലാം നമുക്ക് തെളിഞ്ഞു വരും. പിന്നെ കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അവളെ തിരുത്താൻ എളുപ്പമാണ്. എന്നെ തിരുത്തുന്നതിനേക്കാളും എൻ്റെ ഉള്ളിലുള്ള അവളെ അല്ലെങ്കിൽ അവനെ തിരുത്തുക എളുപ്പമാണ്. അതിനുവേണ്ടി നമുക്ക് മാറാൻ, ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ ഈ ഒരു റൈറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും സാധിച്ചില്ല എന്നുണ്ട്, നിങ്ങൾക്കൊരു വലിയ പ്രോബ്ലം ഉണ്ട്, ക്യാരക്ടർ വൈസ് ചെയ്ത് കുറേ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞാനും നമ്മുടെ പ്രസ്ഥാനവും ഉണ്ട്. തിരുവനന്തപുരത്താണ്, നിയമമെന്നാണ് സ്ഥലം. വരാം, തങ്ങാം. നവബോധം നവജീവിതം എന്ന് പറഞ്ഞ് 7 ദിവസത്തെ ഒരു പരിശീലന ക്ലാസ് ഉണ്ട്. ന്യൂ അവെയർനെസ് ന്യൂ ലൈഫ്. അതിലൂടെ നമുക്ക് ചിന്തകളെ മാറ്റിയെടുക്കാം, വാക്കുകളെയും പ്രവൃത്തികളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതിൻ്റെ ഒരു കോഴ്സാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ സ്വന്തമായി പരിഷ്കരിച്ചു കൊണ്ടിരിക്കുക. ഉദ്ധരേതുദ്ധരാത്മാനാം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു, അല്ലേ? ഉദ്ധരേതുദ്ധരാത്മാനാം. അങ്ങനെ ആത്മാവിനെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ജീവിതം. അല്ലാതെ സ്റ്റാഗ്നേഷൻ സംഭവിച്ച് നിശ്ചലമായിട്ട് തീർന്നു, ഇന്നിങ്ങനെ അങ്ങ് മതി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അവിടെ ലൈഫ് തീർന്നു. അത് ഈഗോ ബ്ലോക്കാണ്. അഹംബോധം കൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഏതൊരു പ്രായത്തിലും ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കാൻ സാധിക്കും. അവൻ്റെ സദ്വികാരങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുവാനും ദുഷ്വികാരങ്ങളെ ഇല്ലാതാക്കുവാനും ബാലൻസ്ഡ് ആയിട്ടിരുന്നു കൊണ്ട് സന്തോഷത്തെ ആനന്ദമായിട്ട് പരിണമിപ്പിച്ച്, പുറമേയുള്ള കാരണങ്ങളാൽ സന്തോഷമോ ദുഃഖമോ ഒന്നും നമുക്ക് വേണ്ട. പുറമേയുള്ള കാരണങ്ങളൊന്നും വേണ്ട. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഹാപ്പിയാണ്. വൈ? പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. അതിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ ആനന്ദമാണ് എന്നാണ് തൈത്തരീയ ഉപനിഷത്ത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആനന്ദമാണ്. അൾട്ടിമേറ്റ്ലി യു ആർ ആനന്ദ. തൈത്തരീയ ഉപനിഷത്തിലെ ആനന്ദവല്ലി എന്ന് പറയുന്ന ഭാഗം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്താണ് നിങ്ങളുടെ സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ പറയുന്നു, ഒരാളെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയുന്നു, നിങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, ഈ പുസ്തകം നിങ്ങൾക്ക് ഇരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം തീർച്ചയായിട്ടും തോന്നും, അല്ലേ? തോന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനായാലും സന്തോഷിക്കും, ആരായാലും സന്തോഷിക്കും. ഇത്രയും പേരിൽ നിന്ന് എനിക്ക് മാത്രം അങ്ങനെ ഒരു തിരിച്ചറിയൽ ഉണ്ടായല്ലോ. ആ ഗിഫ്റ്റ് നമ്മൾ വളരെ സന്തോഷത്തോടെ സൂക്ഷിക്കും. അപ്പോഴാണ് ഞാൻ വിളിച്ചിട്ട്, ഒന്ന് തിരിച്ചു വരാമോ, നിങ്ങളൊന്ന് തിരിച്ചു വരാമോ, നിങ്ങളെക്കാളും ശ്രദ്ധയോടെ ഇരുന്ന മറ്റൊരാളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഈ ബുക്ക് എടുത്ത് വേറൊരാൾക്ക് കൊടുത്താലോ? ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്.
അപ്പോൾ ഒരിടത്ത് നമ്മൾ ശ്രദ്ധിക്കുക, മറ്റൊരിടത്ത് നമ്മൾ മനസ്സിന് വന്ന മാറ്റം ശ്രദ്ധിക്കുക. അവിടെ കിട്ടിയപ്പോൾ നമുക്ക് സന്തോഷമുണ്ടായി, അത് പോയപ്പോൾ നമുക്ക് വിഷമമുണ്ടായി. അപ്പോൾ കിട്ടുമ്പോൾ സന്തോഷിക്കുമെങ്കിൽ പോകുമ്പോൾ ദുഃഖിക്കും, സംശയമൊന്നുമില്ല. ഇത് രണ്ടുമില്ലാതെ നമ്മുടെ ഉള്ളിൽ ബേസിക്കായിട്ടൊരു ഹാപ്പിനെസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഉണരുമ്പോൾ തന്നെ ആ ഹാപ്പിനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപാധികളില്ലാത്ത ആനന്ദം. നിങ്ങൾ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടല്ല ആ ആനന്ദം വരിക. ഭഗവാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നു കളയും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അല്ലേ? ജസ്റ്റ് അങ്ങനെ ഇവിടെ ഒരാളിപ്പോൾ നേരത്തെ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞു, ആനന്ദാശ്രം ഉണ്ടായി. സ്വാമി വിവേകാനന്ദൻ വലിയ ജ്ഞാനയോഗിയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഒരിടത്തിരുന്ന് കരയുന്നത് കണ്ടു. ഒരാൾ ചോദിച്ചു, അങ്ങേ പോലൊരു ജ്ഞാനയോഗി, ഇത്രയും ബോൾഡായിട്ടുള്ള ഒരാൾ എന്തിനായിരുന്നു കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ വിവേകാനന്ദൻ എന്താ പറഞ്ഞെന്നറിയോ? ഭഗവാനിൽ നിന്നും വരുന്ന അനവധ്യമായിട്ടുള്ള അനന്തമായിട്ടുള്ള കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതനുഭവിക്കുമ്പോൾ അറിയാതെ ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നതാണെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതൊരു ജ്ഞാനയോഗിയും ഏതൊരു ശിലാഹൃദയവും ഭക്തിയാൽ ഉരുകും, ആനന്ദം അനുഭവിക്കും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ജ്ഞാനം മാത്രമല്ല, ഭക്തിയും ഉണ്ടാകേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മുടെ എമോഷൻസിനെ വിമലീകരിക്കുവാൻ അത് സഹായിക്കും.